വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, യുവതിവാക്കളെ, കുട്ടികളെ, ഈശോ നമ്മോട് ഓരോരുത്തരും പറയുന്ന പ്രകാരമാണ്. ഉറച്ച അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെടുന്ന ഭവനങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ മാറണമെന്നുള്ള കാര്യമാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. വചനം വായിക്കുകയും വചനം പഠിക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കുന്നവരെയും ചെയ്യുന്നവരായ മക്കൾ ഓരോരുത്തരും അടിസ്ഥാനം വിട്ട് പണിയുന്ന വീട് പണിയുന്നവന് തുല്യനാണെന്ന് സുവിശേഷവും ലേഖനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ വചനം വായിക്കുന്നത് കണ്ണാടിയിലൂടെ എന്ന പോലെ നമ്മുടെ ജീവിതത്തെ കാണുവാനായിട്ട് സാധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. വീണ്ടും പറയുകയാണ്, നാവിനെയും കണ്ണിനെയും ഹൃദയത്തെയും നമ്മൾ ഓരോരുത്തരും നിയന്ത്രിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവിനെ നിയന്ത്രിക്കുന്നതും കണ്ണിനെ നിയന്ത്രിക്കുന്നതും ഹൃദയത്തെ നിർദ്ദിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ നിറയുമ്പോൾ മാത്രമേ നാവിനെ നമുക്ക് നിയന്ത്രിക്കാനും കണ്ണുകളെ നിയന്ത്രിക്കുവാനും ഹൃദയത്തെ നിയന്ത്രിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുക. അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഏതൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലോ, ചെയ്യാതിരിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥ സഹായം തേടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഈ ലോകത്തിലേക്ക് നമ്മൾ അയച്ചപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു ദൗത്യം, ഒരു വലിയ കടമ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. നിശ്ചിത കാലം ജീവിച്ച് വെറുതെ കടന്നു പോവുകയല്ല നമ്മുടെ ജീവിതങ്ങൾ, മറിച്ച് ഇതിനെ ഒരു വലിയ ദൗത്യം കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 3-4 തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഏക സത്യദൈവമായ അവിടത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവനെ കുറിച്ച് പറയാം. നിത്യജീവൻ എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്, രാജ്യമാണ്. ഹല്ലേലൂയ. പ്രകാശത്തിൻ്റെ സ്ഥലമാണ്, വിശുദ്ധന്മാരുടെ സ്ഥലമാണ്, മാലാഖമാരുടെ സ്ഥലമാണ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവം, ത്രിത്വൈക ദൈവവും വസിക്കുന്ന ഇടത്തെക്കുറിച്ചാണ് ഈശോ പഠിപ്പിച്ചത്. നമുക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈശോ പഠിപ്പിക്കാൻ വന്നത്. അതുകൊണ്ടാണ് ഏകസത്യ ദൈവത്തെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവനെന്ന് ഈശോ പറയാം. രണ്ടാമത്തെ കാര്യം ഈശോ അവിടെ പറയുകയാണ്, പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി. പിതാവായി ദൈവം പുത്രനായി യേശുവിനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തി എന്ന് ഈശോ അവിടെ പറയാം. ഹല്ലേലൂയ. അപ്പൊ ഈശോയെ പിതാവായി ദൈവം എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 28 തൊട്ടുള്ള വാക്യത്തിൽ, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി ഞാൻ മഹത്വപ്പെടുന്നു. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു ഈ സ്വരം ഉണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി ഇപ്പോഴാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് ഈശോ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും. അതെല്ലാ മനുഷ്യരെന്ന് പറഞ്ഞ ക്രിസ്ത്യാനി മാത്രമല്ല, ജൂതന്മാർ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, സിഖുകാർ മാത്രമല്ല, മുസ്ലിംസ് മാത്രമല്ല, അല്ലെങ്കിൽ ജൈനമതക്കാരോ അവർ മാത്രം, എല്ലാ മനുഷ്യരും
ഹല്ലേലൂയ. മനുഷ്യനായിട്ട് പിറന്ന ഈ ലോകത്തിൽ പിറന്ന ആരൊക്കെയും പിറന്നിട്ടുണ്ടോ അവരെല്ലാവരെയും പിതാവായി ദൈവത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവൻ ഉയർത്തപ്പെടുക എന്ന സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതാണോ? അല്ലല്ലോ. ദൈവമായ കർത്താവ് അവന് ജോലി കൊടുത്തിട്ടുണ്ട്. ആ ജോലി എന്ന് പറഞ്ഞാൽ മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി കുരിശിൽ ചിന്തപ്പെടുക എന്നാണ്, കുരിശിൽ കൊല്ലപ്പെടുക എന്നാണ്. ഹല്ലേലൂയ. നമ്മളെ അങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നതെങ്കിൽ നമ്മൾ പോരാത്ര എളുപ്പമല്ല. പിതാവായി ദൈവം, അതായത് പഴയ കാലത്ത് ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയൊക്കെയും അയച്ചു. പക്ഷേ അവരെ ഒന്നും കേൾക്കാനോ ശ്രവിക്കാനോ അവരെ അനുസരിക്കാനോ പറ്റാതെ വന്നപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം, സ്വപുത്രനെ ലോകത്തിൽ, അവൻ 100% മനുഷ്യനായിരുന്നു, 100% അവൻ ദൈവമായിരുന്നു. അവന് മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ, അവന് മാത്രമേ അത് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. കുരിശിൽ കൊല്ലപ്പെടുക, കുരിശിൽ മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി, മനുഷ്യ മക്കൾക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും ചിന്തപ്പെടുക. ഹല്ലേലൂയ. അത് അവന് മാത്രമേ സാധിക്കുകയുള്ളൂ, അവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം അവിടെ കാണുന്നുണ്ട്, മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവരെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. അപ്പൊ തന്നിൽ വിശ്വസിക്കുന്ന, അപ്പൊ നമ്മൾ വിശ്വസിക്കണം, കർത്താവിൽ വിശ്വസിക്കുന്നവരെ നിത്യജീവൻ ഉണ്ടാകെ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലെ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ലോകം പോകുന്ന 2 ശക്തികളിലൂടെയാണ്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തി, മറ്റൊന്ന് പിശാചിൻ്റെ ശക്തി. 2 ശക്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ തന്നെ ഏൽപ്പിച്ച ജോലി വീണ്ടും സമറിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ തിരുവചനത്തിൽ യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കിയുമാണ് എൻ്റെ ഭക്ഷണം. യേശു ക്രിസ്തുവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ അയച്ചവൻ്റെ ജോലി പൂർത്തിയാക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് അവൻ്റെ ഭക്ഷണം. ഈശോ ഭക്ഷണം കഴിക്കാതെ ശിഷ്യന്മാരോട് ഭക്ഷണം വാങ്ങി കൊണ്ടുവരാൻ വരുമ്പോൾ അവർ പറയുന്ന ഇപ്രകാരമാണ്, നീ കർത്താവെ വന്ന് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്. 31-ാമത്തെ വാക്യം വയ്ക്കുക, ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നുവെന്ന്. അതായത് ശിഷ്യന്മാർ ഭക്ഷണം മേടിക്കാൻ പോയപ്പോൾ ഈശോ സമറിയാക്കാരിയോട് സ്ത്രീയോട് സംസാരിക്കുകയും അവിടെ ഹൃദയം തുറക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ അവള് പറഞ്ഞു, യേശു വരുന്ന ഞങ്ങൾക്കറിയാം, വിജാതിയർക്ക് പോലും യേശു വരുന്ന അറിയാം. അപ്പോൾ ഈശോ അവളോട് പറയും, ഞാൻ അവളുടെ ഹൃദയം തുറന്നു. അവിടെ ഭർത്താവിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു, ഭർത്താവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, 7 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോൾ ഉള്ളത് എൻ്റെ ഭർത്താവല്ല, ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ സാധാ വ്യക്തിയല്ല, ഇവൻ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ഈശോയ്ക്ക് ഒരു പാത്രം വെള്ളം കർത്താവിനോട് ചോദിച്ചാൽ കൊടുക്കില്ലേ? ഇതിനാ ഈ സ്ത്രീയുടെ മനസ്സറിയാൻ വേണ്ടി, ഈ സ്ത്രീ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ശിഷ്യന്മാർ ഭക്ഷണം മേടിച്ചിട്ട് വരുമ്പോൾ ഈശോയോട് പറയാം, ഭക്ഷണം വന്ന് കഴിച്ചാൽ. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി. അപ്പോൾ ഇഷ്ടം പ്രവർത്തിക്കുക, ജോലി പൂർത്തിയാക്കുക. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ജോലിയുണ്ട്, നമ്മളത് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. അതെന്താ? യേശുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്ലീഹ കാലത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ റൂഹായിൽ സ്നാനപ്പെടുന്ന ശിഷ്യന്മാർ, പരിശുദ്ധ റൂഹായിൽ അഭിഷേകം ചെയ്യുന്ന ശിഷ്യന്മാർ തങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി യേശുവിനെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കളെല്ലാം വിദേശ രാജ്യത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ജോലിക്കോ പഠനത്തിനോ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ദൗത്യം എന്താ? യേശുവിനെ കൊടുക്കുക എന്നാണ്. ജോലി ചെയ്ത പൈസ കൃത്യമായിട്ട് ബാങ്കിലേക്ക് അയക്കുക എന്നാണ്. യേശുവിനെ കൊടുക്കുക കൊടുക്കുക. കാരണം എന്താ? പോകുന്നവരെല്ലാം സാധാ മനുഷ്യരല്ല, അവർ അപ്പസ്തോലന്മാർ അല്ലേ? മാംദീസായി സ്ഥലം സ്വീകരിച്ചവർ അപ്പസ്തോലന്മാരാണോ? അപ്പസ്തോലന്മാരുടെ ജോലി എന്താ? കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാ 10 ആളോട് യേശുവിനെ പറഞ്ഞു കൊടുക്കണം, പ്രത്യേകിച്ച് വിജാതിയരോട്. കാരണം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ
അവരാണെന്ന് യേശുവിൽ ദൃഢമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ഹോളി ലാൻഡ് പോകുമ്പോൾ നമ്മൾ ചെന്ന് കാണുന്നൊരു സ്ഥലമാണ്. ആദ്യം കാണുന്നൊരു സ്ഥലം ഇതാണ്. ഒരു വലിയൊരു തൂണ്. നമ്മുടെ പഴയ കാലത്തൊക്കെയും ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇരുമ്പിൻ്റെ തൂണുണ്ടായി. പിന്നെയാണ് വാർക്ക വന്നത്. ആദ്യം ഇരുമ്പിൻ്റെ, അല്ലെങ്കിൽ ഫോണൊക്കെ വലിക്കാൻ വേണ്ടി ഒരു ഇരുമ്പിൻ്റെ തൂണ്. അത് വലിയൊരു തൂണിങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. ആ തൂണമേ ഒരു നമ്മൾ ഈ സ്റ്റേ കമ്പി പോലെ ഒരു സാധനം ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. നമുക്ക് ചെന്ന് നോക്കുമ്പോൾ ഒന്നും തോന്നില്ല. അതൊരു വലിയ കുന്നിൻ്റെ മുകളിലാണ്. അതിൻ്റെ താഴെ ഇടുങ്ങിയ സ്ഥലങ്ങളുണ്ട്, ഉയർന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ കുന്നുമേ നിന്നാൽ എല്ലായിടത്തും നിൽക്കുന്ന മനുഷ്യർക്ക് ഈ തൂണ്, ഈ ഉയർത്തിയ തൂണ് കാണാം. അപ്പോൾ ഗൈഡ് വന്നിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ ഓടിച്ചെന്ന് നോക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ഗൈഡ് അവസാനം വന്നിട്ട് പറയും, ഇതാണ് മോസസ് ഉയർത്തിയ സർപ്പത്ത് ഉയർത്തിയത്. ആ തൂണിൽ ഈ വള്ളി കിടക്കുന്നത് പോലെയാണ് സർപ്പത്തെ ഉയർത്തിയിട്ട് ഇതിലേക്ക് നോക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെയെന്ന് ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുകയില്ല എന്നും പ്രത്യുത എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണം. പിതാവ്. അപ്പൊ ഈ ഈശോ ചെയ്യുന്നതൊന്നും ഈശോയ്ക്ക് വേണ്ടിയല്ല. പിതാവ് ഇഷ്ടം പ്രവർത്തിക്കുക, അല്ലെ? ഇഷ്ടം പ്രവർത്തിക്കുകയും ജോലി പൂർത്തിയാക്കുക. രണ്ട് കാര്യം. ഇഷ്ടം പ്രവർത്തിക്കുക, ജോലി പൂർത്തിയാക്കുക. അപ്പൊ യേശുവിൻ്റെ മരണം എന്താണെന്ന്, യേശുവിൻ്റെ ജോലി എന്താണെന്ന്, യേശുവിൻ്റെ പ്രവൃത്തി എന്താണെന്നും, യേശുവിൻ്റെ ഭക്ഷണം എന്താണെന്നും, യേശുവിൻ്റെ ഇഷ്ടം എന്താണെന്നും പിതാവായി ദൈവം യേശുവിനെ അറിയിച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് ഈശോ കടന്നു വന്നത്. ഹല്ലേലൂയ. ഈശോയുടെ വളർച്ചയും ഈശോയുടെ ആ പഠനം എല്ലാം എന്തായിരുന്നു? പിതാവായി ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക, മരിക്കുക, എന്നിട്ട് മനുഷ്യ മക്കളെ രക്ഷിക്കുക, അവരെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ മക്കൾ ജനിക്കുമ്പോൾ എന്താ? മക്കളെ വളർത്തുക, മാമോദിസ മുക്കുക. അതൊരു ചടങ്ങാണ്. മാമോദിസ മുക്കുക ചടങ്ങാണ്. പഠിപ്പിക്കുക, പിന്നെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും പഴയ കാലത്ത് സൈലനവനം കൊടുക്കുക. അതൊരു ചടങ്ങാണ്. വീണ്ടും കൊണ്ടുവന്ന് പിള്ളേരെ പഠിപ്പിക്കുക, നല്ല ജോലിക്ക് വിടുക. അവൻ അച്ഛനാകാനും സിസ്റ്റനാകാൻ പോകണമെന്ന് പറഞ്ഞാൽ മോശ ബാക്കി എല്ലാ പണിയും നീ ചെയ്തു. ഇപ്പോഴത്തെ രീതി അങ്ങനെയാണ്. അച്ഛനാകുമ്പോൾ നീ വേറെ ഉള്ള പണിക്ക് പോടാ. സിസ്റ്റമാമാണ്, വേറെ ഉള്ള പണിക്ക് പോയി. അത് മോശമായി പണി നല്ല. ഹല്ലേലൂയ. ഇവിടെ ഈശോ ഈ പുരോഹിതനായിട്ട് ഈ ലോകത്തിലേക്ക് വരാം. കാരണം എന്താ? അതിലും വലിയ മറ്റൊരു നേട്ടം, മറ്റൊരു ജോലി ഇല്ല. ഹല്ലേലൂയ. പഴയ കാലത്ത് നമുക്കറിയാം, പ്രാർത്ഥിക്കാത്തവനെ എല്ലാവരും എടുത്തിട്ട് വെള്ളത്തിലേക്ക് എടുക്കായിരുന്നു. ഇപ്പം എന്താ? പ്രാർത്ഥിക്കുന്നവനെ വെള്ളത്തിലേക്ക് എടുക്കും. കാലഘട്ടം മാറി. ഹല്ലേലൂയ. പല കാലത്ത് വീട്ടിൽ ദൈവവിളി ഉണ്ടെന്ന് പറഞ്ഞാൽ കാരണം വരും, നീ പൊക്കോ, ഒരു കുഴപ്പമില്ല, അല്ലേ? അങ്ങനെയല്ലേ? പഴയ കാലത്ത് വീട്ടിൽ ഒരാൾ പറയും ദൈവവിളി ഉണ്ട്, എനിക്ക് അച്ഛനാവും പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ 6, 7, 10, 12 പിള്ളേരുള്ളതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ, നീ നല്ലൊരു അച്ഛനാവുന്നു. ഒരു സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ പിള്ളേരുള്ളതുകൊണ്ട് വീട്ടിൽ പറയും നീ പൊയ്ക്കോ, നീ നല്ലൊരു അച്ഛനാകും. അല്ലേ? പഴയ കാലത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ കാലത്ത് അച്ഛനാവാൻ പോകുന്നതെന്ന് പറഞ്ഞാലോ, പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ സിസ്റ്റർ ആവാൻ പോകുന്നതെന്ന് പറഞ്ഞാലോ അവനെല്ലാവരും കൂടി പീഡിപ്പിക്കും. കാലഘട്ടത്തിൻ്റെ വ്യത്യാസം അതാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റം അതാണ്. ജെയിൽസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. ഹല്ലേലൂയ. പോർച്ചുഗലിലെ ഒരു വിശുദ്ധനാണ് ജെയിൽസ്. ഇപ്രകാരം പറയാം, ദൈവഭക്തനായ ഗവർണറുടെ മകനായിരുന്നുവെങ്കിലും ആ യുവാവ് തിന്മയ്ക്ക് അടിമയായിരുന്നു. മാതാപിതാക്കന്മാർ അവനെ ദൈവശാസ്ത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസം നൽകി. അപ്പോൾ ചെറിയ മനുഷ്യനൊന്നും ആണോ? അല്ലല്ലോ. ഉന്നത വിദ്യാഭ്യാസം ദൈവശാസ്ത്രത്തിൽ നൽകി. പുരോഹിതന് ആദ്യം നൽകുന്നത് തത്വശാസ്ത്രമാണ്, ഫിലോസഫിയാണ്. ഫിലോസഫി പഠിച്ചു കഴിഞ്ഞിട്ടാണ് ദൈവശാസ്ത്രം കൂടെ. ഈ പയ്യന് ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് ഉയർന്ന വിദ്യാഭ്യാസം നൽകിയെങ്കിലും ഇവൻ തിന്മയ്ക്ക് അടിമയായിരുന്നു. ക്രിസ്തു വിശ്വാസത്തിൽ അടിയുറച്ച അവരുടെ പ്രാർത്ഥന അപേക്ഷകളും വവയ്ക്കാതെ ഇവൻ മന്ത്രവാദത്തിനും കൂടോത്രത്തിനും പോയി. അല്ലേ? ഇപ്പം മാതാപിതാക്കന്മാരുടെ വേദന എന്തായിരിക്കും, അല്ലേ?
വലിയ വേദനയായിരിക്കില്ലേ? അല്ലെങ്കിൽ ഗവർണറാണ്, അവൻ അധികാരമുണ്ട്, അവൻ ഭക്തനാണ്, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷേ ഇതൊന്നും ഗവനിക്കാതെ പ്രാർത്ഥനയുള്ള കുടുംബമാണ്, വിശ്വാസമുള്ള കുടുംബമാണ്, പള്ളിയുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട കുടുംബമാണ്. പക്ഷെ മകൻ എന്തു ചെയ്യുന്നത്? മകൻ ഇതൊന്നും വകവയ്ക്കാതെ അവൻ മന്ത്രവാദത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അല്ലേ? മന്ത്രവാദം എന്ന് പറയുമ്പോൾ ഇത് ബ്ലാക്ക് മാസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡ് എടുത്ത് പ്രതിജ്ഞ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവൻ ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ 7 വർഷത്തോളം പിശാചിൻ്റെ കീഴിൽ അവൻ പഠിച്ചു. അപ്പോൾ ആ പയ്യനെ ഒന്ന് ഓർത്തു നോക്കി. അല്ലേ? നമ്മൾ പറയും ഇവൻ തിരിച്ചു വരാൻ ഒരു സാധ്യതയും ഇല്ല. അല്ലേ? തൻ്റെ ആത്മാവിനെ പിശാചിന് അടിയറ വെക്കണമെന്നും സ്വന്തം രക്തം കൊണ്ട് ഒപ്പിട്ട് ജീവിതം മുഴുവൻ സാത്താന് തീരെഴുതി കൊടുക്കാനും പിശാച് അവനോട് ആവശ്യപ്പെട്ടു. അല്ലേ? ഈ യുവാവ് ഭയമൊന്നും കൂടാതെ മന്ത്രവാദത്തിൽ ഇത് ചെയ്തും കൊടുത്തു. ഒരു രക്തത്താൽ ഒരു മന്ത്രവാദം ചെയ്ത പിശാചിനടിമയെ പെട്ടെന്ന് അവൻ തിരിച്ചു വരിക എളുപ്പമല്ല. ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം ഈ കാലഘട്ടം ഒരു വലിയ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ കാലഘട്ടത്തിലാണോ നമ്മൾ കടന്നു പോകുന്നത്? അല്ലേ? പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും, അതൊരു ചടങ്ങാണ്. ബിസിനസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ മന്ത്രവാദത്തിന് കൂടുകയും ചെയ്യും. ഒരു കുട്ടിച്ചാത്തന് 50,000 രൂപ മിനിമം. പരിശുദ്ധാത്മാവിന് ഒരു വിലയും അല്ലേ? ഒരു കുട്ടിച്ചാത്തന് 50,000 രൂപ വിലയെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പൈസയില്ല. പൈസയില്ലാത്ത വിശുദ്ധ കുർബാന ആയതുകൊണ്ട് പിള്ളേർക്ക് അതിന് മീച്ചമില്ല. 50,000 രൂപ കൊടുത്ത് ഒരു കുട്ടിച്ചാതനം മേടിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും അത് പുതുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ വീട്ടിൽ വരുമ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് ചേട്ടനെ ചേച്ചിക്ക് മന്ത്രവാദത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന്. കാരണം കൃത്യമായിട്ട് പുതുക്കാൻ വേണ്ടി പൈസ അയച്ചു കൊടുക്കണം, വീണ്ടും 50,000 രൂപ അയച്ചു കൊടുക്കണം. അല്ലേ? പള്ളിയിൽ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ 10 പൈസ മേടിക്കാത്തത് കൊണ്ട് അവിടെ ശക്തിയില്ല എന്ന് വിചാരിച്ചിട്ട് എവിടെ പോകും? ശക്തിയുള്ള സ്ഥലത്ത് ഈ മന്ത്രവാദത്തിന് വേണ്ടി പോകുന്നൊരു കാലഘട്ടമാണ്. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വിജയമുണ്ടാകുന്നത് ദൈവമായ കർത്താവിനെ അനുസരിക്കുമ്പോഴാണ്. നമ്മുടെ കുടുംബത്തിൽ ശക്തമായിട്ട് ദൈവം ഇടപെടുന്നത്, വിജയമുണ്ടാകുന്നത് ദൈവമായ കർത്താവിൽ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ് നിങ്ങൾ വചനമനുസരിക്കുകയും വചനമനുസരിച്ച് ജീവിതം അടിത്തറയിട്ട് പണിയുകയും ചെയ്യണം, മാറ്റിപ്പണിയരുത്. അല്ലേ? മാറ്റിപ്പണിതാൽ എന്തുണ്ടാകുമെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കമുണ്ടായി, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, അത് വീടുമേൽ ആഞ്ഞടിച്ചു. ആ വീടിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ 2018 വെള്ളപ്പൊക്കത്തെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്, ആണോ? അതൊക്കെ നിസ്സാരമായ കാര്യമാണ്. വീട് നഷ്ടപ്പെട്ടാൽ വീട് കർത്താവ് തരും. അല്ലേ? ആരോഗ്യം നഷ്ടപ്പെട്ടാലും കർത്താവ് ആരോഗ്യം നൽകും. അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടാലും മക്കളെ കർത്താവ് നൽകും. പക്ഷേ ജീവിതത്തിൽ ഒന്നാം പ്രമാണം ലംഘിച്ചാൽ ആ കുടുംബത്തിൻ്റെ തലമുറയെ ബാധിക്കുമെന്നുള്ള കാര്യം ഈശോ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് മാതാപിതാക്കന്മാർ വിശുദ്ധരായിരുന്നു. അവരൊറ്റ കാര്യം ചെയ്തു, ഈ മകന് വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അല്ലേ? ഇവർ മിഖായേൽ മാലാഖയുടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഭക്തരായ വിശ്വാസികളായിരുന്നു. അല്ലേ? അതുകൊണ്ട് നമ്മളിവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തി ഒരു ദിവസം മിനിമം എത്ര മിഖായേൽമാരുടെ പ്രാർത്ഥന ചൊല്ലണം? 33 ചൊല്ലണം. അല്ലേ? 33 ചൊല്ലണം. അല്ലേ? ഏത് ആഭിചാര പ്രവൃത്തിക്ക് പോയാലും, ഏത് മന്ത്രവാദത്തിന് പോയാലും, ഏത് കൂടോത്രത്തിന് ആര് പോയാലും നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തിരിച്ചു കൊണ്ടുവരും. അല്ലേ? നമ്മൾ ജോർദാൻ കടന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ജോഷുവയാണ്. ജെറിക്കോ കോട്ട എന്ന് പറയുന്നത് വലിയൊരു കോട്ടയാണ്. അല്ലേ? ജെറിക്കോ കോട്ട കടന്നാലാണ് ഇസ്രായേൽ ജനത്തിന് പോകാനും പറ്റുള്ളൂ. ജെറിക്കോ കോട്ടയുടെ മുമ്പിൽ വന്നപ്പോൾ ഇസ്രായേൽ ജനം ഈ പെറ്റുപെരുകി ഇങ്ങനെ കൂട്ടം വന്നു കഴിഞ്ഞപ്പോൾ ജെറിക്കോയുടെ രാജാവിന് വലിയ പേടിയായി. കാരണം ഈ സാധനങ്ങളെല്ലാം ജെറിക്കോയിൽ കയറിയാൽ തിരിച്ചു പോയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ജെറിക്കോയുടെ രാജാവ് പറഞ്ഞു ഇതിലൂടെ കയറിപ്പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ലേ? ഇവിടെ നമ്മൾ കാണുന്നത് ഈ ജെറിക്കോ കോട്ട തകർക്കാൻ വേണ്ടി ദൈവം അയക്കുന്നത് ജോഷുവയനല്ല, മറിച്ച് അവിടെ കാണുന്നത് 13-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ്. ഒരു ദൈവദൂതൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുകുളിർത്തി നോക്കി, അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ജോഷുവ അവന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷത്താണോ എതിർപക്ഷത്താണോ എന്ന് ചോദിച്ചു. എതിർപക്ഷത്താണെങ്കിൽ വീഴണവൻ ആരുടെ കാലമിലേക്ക്?
ജോഷുവ ആരുടെ ഈ സൈന്യാധിപന്റെ കാലുമേലേക്ക് വീണ്, ഇല്ലെങ്കിൽ അവൻ അപ്പ വെട്ടിക്കൊള്ളും. ഹല്ലേലൂയ. ശത്രുക്കൾ അങ്ങനെ കീഴ്പ്പെടുന്നത്. ഈ ജോഷുവയുടെ അവൻ പറയാണ്, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനെ ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു. അതായത് ഈ ജെറിക്കോട്ടെ തകർക്കാൻ വേണ്ടി ദൈവം അയച്ചത് ജോഷുവയെ ഒരു നേതാവാണെങ്കിൽ അവന്റെ മുൻപേ അയച്ച ഒരു വ്യക്തി ആരാണെന്നാൽ മിഖായേൽ മാലാഖ. ഹല്ലേലൂയ. അതുകൊണ്ട് മിഖായേൽമാരുടെ പ്രാർത്ഥന മുടക്കരുത്. അത് 33 അല്ല, സാധിക്കുന്നിടത്തോളം ചെല്ലണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, എവിടെയാ? ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ഇത് പറയുന്നതിൻ്റെ കാരണം, ദൈവം ആദ്യം മുതലേ അല്ലെങ്കിൽ വെളിപാട് വരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ മനുഷ്യ മക്കളെ പിശാചിൻ്റെ കോട്ടയിൽ നിന്നും, തിന്മയുടെ മന്ത്രവാദ, കൂടോത്ര, ആഭിചാര പ്രവർത്തിയോ, കുട്ടിച്ചാത്ത സേനയോ, കടമത്ത് സേനയോ, ഏത് സേന ചെയ്താലും അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദൈവം മനുഷ്യ മക്കൾക്ക് അവൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് മിഖായേൽ. അവിടെ പ്രകാരം 10:21 ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തെ കാവൽ ദൂതൻ വരും. സത്യത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ എന്തെന്ന് ഞാൻ നിന്നോട് പറയും. നിന്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ എന്റെ പക്ഷത്ത് നിന്ന് ഇവർക്കെതിരെ പൊഴുതാൻ ആരുമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പ്രാർത്ഥിക്കുന്നവരെ യുദ്ധം ചെയ്യുന്നെന്നാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരല്ല യുദ്ധം ചെയ്യുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ, അതുകൊണ്ട് ഈശോ പറഞ്ഞു പത്രോസിനോട് വാള് ഉറയിലിട്, ഞാൻ കർത്താവിനോട് പറഞ്ഞാൽ 12 യുഗം മാലാഖമാരെ ദൈവം അയക്കില്ലേ. നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മതി. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് കാവലേർപ്പെടുത്താൻ ഇറങ്ങി വരാത്തത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഈ മിഖായേൽമാരുടെ പ്രാർത്ഥന ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു? ഇല്ലല്ലോ. നവീകരണ പ്രസ്ഥാനം കടന്നു വന്നതോടുകൂടി നവീകരണ പ്രസ്ഥാനം നൽകിയൊരു കാര്യമാണ് മിഖായേൽമാരുടെ പ്രാർത്ഥന. ഞാൻ ഒരു മിഖായേൽമാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഞാൻ അന്ന് ഒലവക്കോട് പള്ളിയിൽ നിന്ന് വരുന്നത്, എനിക്ക് 19 മാസിക അയച്ചെന്നു ഒരാൾ. അങ്ങനെ ഈ മിഖായേൽമാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ അവിടെ തന്നെ പൊട്ടിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ നമ്മുടെ ഈ കുടുംബജീവിതങ്ങളിൽ പ്രാർത്ഥനയോട് ചേർന്ന് ഒരിക്കലും ഞാൻ ചൊല്ലുന്നതായിട്ട് കണ്ടുള്ള മിഖായേൽമാരുടെ പ്രാർത്ഥന ഉണ്ടോ? ഞാൻ കണ്ടത് വളർന്നു വന്നിട്ട് ചെല്ലുന്ന കണ്ടല്ല. ആദ്യകാലങ്ങളിൽ ചെന്നുണ്ട് വർത്തിക്കാൻ കൗൺസിലിന് മുമ്പ്, 2ാം വർത്തിക്കാൻ കൗൺസിലിനോട് ചേർന്ന് അതിന് മുൻപ് വരെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് മുട്ടുകുത്തി മിഖായേൽമാരുടെ സംരക്ഷണം തേടുന്നത് സഭയിലുണ്ടായിരുന്നു. അന്ന് പിശാചിൻ്റെ പ്രവർത്തനം കുറഞ്ഞിരുന്നു. ലയ 13-ാമൻ മാർപ്പാപ്പയാണ് ഈ മിഖായേൽമാരുടെ പ്രാർത്ഥനയും 33 കുരിശ് വരച്ചുള്ള ഡെലിവറൻസ് പ്രാർത്ഥനയെല്ലാം നൽകപ്പെട്ടത്. കാരണം എന്താ? ഈ മിഖായേലും പിശാചും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് സിസ്റ്റൈൻ ചാപ്പലിൽ ചെയ്യുന്നത് മാർപ്പാപ്പ കണ്ടുകൊണ്ടിരിക്കുക. പിന്നീട് മാർപ്പാപ്പയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്ത പ്രാർത്ഥനയാണ് മിഖായേൽമാരുടെ ജപം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലുന്നത്. അത് വലുതുണ്ട്, ചെറുതുണ്ട്. അല്ലെങ്കിൽ കുർബാന കഴിയുമ്പോൾ ചെല്ലുന്ന ജപങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്രകാരം നമ്മുടെ പക്ഷത്തുനിന്ന്, ദൈവത്തിൻ്റെ പക്ഷത്തുനിന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ മിഖായേൽ ഒഴികെ വേറെ ആരുമില്ല. നമുക്ക് ഗബ്രിയേലിൻ്റെ പ്രവൃത്തി വേറെയാണ്. ഗബ്രിയേലിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സന്ദേശം നൽകുക എന്നുള്ള. റാഫേലിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? റാഫേലിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വഴി നടത്തുക, അല്ലെങ്കിൽ സൗഖ്യം തരിക. അല്ലെങ്കിൽ അതുകൊണ്ട് ക്രിസ്ത്യാനി വ്യത്യസ്തനാണ്. ക്രിസ്ത്യാനി വേറിട്ടൊരു ജീവിതം നയിക്കേണ്ടവനാണ്. എൻ്റെ വണ്ടിയുടെ കാര്യം ഒന്ന് നോക്കാറുന്നു. ഞാൻ സെൻസർ അതിൻ്റെ ലോക്കിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പല വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ മിററ് തന്നെ അടിഞ്ഞു പോകും എന്ന് സൈഡിലേക്ക് വരും, തുറന്നു കഴിഞ്ഞാൽ നീർ നിൽക്കും. ഓരോ കമ്പനികളും ആ സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ജനങ്ങൾ അത് മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ട. ദൈവം മറ്റു മതങ്ങളുണ്ടായിട്ടും മറ്റു മതസ്ഥരുണ്ടായിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് മാറാൻ വേണ്ടി. സ്വന്തം ജനമാണ്.
ആഭിചാര പ്രവൃത്തികൾ ചെയ്ത് അതിലൂടെ നടക്കാൻ വേണ്ടിയല്ല. ഈശോ എന്തുകൊണ്ട് വന്നു? ഈശോ വന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക, ദൈവരാജ്യത്തിന് ആളുകളെ നേടുക. അപ്പോൾ എന്താവും? പിശാചിൻ്റെ രാജ്യത്തിന് ആളുകളെ നേടാൻ വേണ്ടി ഓടി നടക്കും. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സിദ്ധാന്തമാണെങ്കിൽ അടുത്ത രാഷ്ട്രീയ പാർട്ടി അടുത്ത സിദ്ധാന്തം. എല്ലാവരുടെയും സിദ്ധാന്തം ഒന്നാണോ? ഒന്നാണെങ്കിൽ ഒരു പാർട്ടി മതിയില്ലേ, അല്ലേ? അപ്പോൾ അവരുടെ തത്വശൃംഖലയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ പാർട്ടികളും വ്യത്യാസമുണ്ട്. ഓരോ വണ്ടിയുടെയും സിസ്റ്റങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിൽ കമ്പനികളെ ആശ്രയിച്ചാണ് ആളുകൾ വാഹനം വാങ്ങുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ച് ദൈവത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. പക്ഷേ ചില സമൂഹങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ആഭിചാര പ്രവൃത്തികൾ അന്ധവിശ്വാസങ്ങളും കടന്നു വന്നിട്ടുണ്ട്, അല്ലേ? ഒരു പുരോഹിതൻ ഏറ്റവും മുമ്പ് പഠിക്കുന്നത് ഹിന്ദുസത്തെക്കുറിച്ചാണ്, അല്ലേ? ഋതുഭേദം, ചതുർവേദം, അങ്ങനെയുള്ള കാര്യങ്ങളും, അല്ലേ? അതുകൊണ്ടാണ് ഒരു പുരോഹിതന് ഹിന്ദുസത്തിലെ കാര്യങ്ങൾ പറയാം. ശങ്കരൻ്റെ ഫിലോസഫി, അതുപോലെ തന്നെ അദ്വൈത എല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്, അല്ലേ? അവനെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അത് പഠിച്ചിട്ട് ഇന്ത്യൻ ഫിലോസഫി വെസ്റ്റേൺ ഫിലോസഫിയും പഠിച്ചതിന് ശേഷമാണ് അവൻ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കും. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഞാനത് പറയുന്നതിൻ്റെ കാരണം മറ്റ് മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അല്ലേ? അതുകൊണ്ട് ദൈവവിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മിഖായേൽ മാലാഖയുടെ സംരക്ഷണം നമ്മൾ തേടണം, അല്ലേ? വീണ്ടും നമ്മൾ കാണുന്നത് സക്രിയയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിൽ പറയാം, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ജോഷുവ നിൽക്കുമ്പോൾ ജോഷുവയുടെ മേൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി പിശാച് കടന്നു വരാം. ആ പിശാച് കടന്നു വരുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താ? പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ മിഖായേലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള മക്കളുടെ മേൽ കുറ്റം ആരോപിക്കാൻ നടക്കുകയാണെങ്കിൽ നമ്മുടെ മേലെ ആരോപിക്കാൻ ഇവൻ ഈസി ആയിട്ട് കടന്നു വരില്ലേ? വരുമോ? ദാനിയേലിന്റെ മേലും അല്ലെങ്കിൽ ജോഷുവയുടെ മേലും മോസസിന്റെ മേലും ക്ലെയിം ചെയ്തെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തരായ അതിൽ നിന്നും താഴെ നിൽക്കുന്ന നമ്മുടെ മേൽ ക്ലെയിം ചെയ്യാൻ വരും, അല്ലേ? ഇപ്പൊ ഷാലോൺ ടെലിവിഷനിൽ വൈകിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയാമോ? കേട്ടായിരുന്നോ? ദമ്പതിമാര് വീട്ടിൽ ബ്ലൂ ഫിലിം കാണുന്നതിനെ കുറിച്ചാണ്. ആരെങ്കിലും കണ്ടവരുണ്ടോ അത് ചർച്ച ക്ലാസ്സിൽ? ഉണ്ടോ? കാണാൻ പാടില്ല. ആ കുട്ടികളാ, യുവാക്കൾ എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച ദമ്പതിമാരെ ചർച്ച ചെയ്യുന്ന ആ സംഗതികൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബലിവേദിയിലുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഒരു ദമ്പതിമാരുടെ മണിയർ എന്ന് പറയുന്നത് അതെന്താ? ബലിവേദിയാണ്. അവിടെ ആ പിള്ളേരെല്ലാം പറയുന്നത് അത് പാടില്ല, പക്ഷെ അത് ചെയ്യുന്നുണ്ട്. ഒരു അച്ഛൻ മോഡറേറ്റായിട്ട് നിന്നിട്ട് ചോദിക്കുന്നത് അച്ഛനോട് പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്, ചെയ്താൽ പാവാണ്. മറ്റ് മതസ്ഥരത് കാണുന്നുണ്ടാവും, പക്ഷെ അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അവർ പാപം എന്താണെന്ന് അവർക്ക് അറിയില്ല, അല്ലേ? എന്നിട്ട് അവർ പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ലൈംഗിക വൈകൃതങ്ങൾക്ക് വരും. അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ലൈംഗിക വൈകൃതം ചെയ്താൽ അത് പാവം മക്കളിലേക്ക് കടന്നു വരും. ഒരു കുടുംബം ഇവിടെ വന്നു, അവരുടെ മാതാപിതാക്കന്മാർ ഇത് ചെയ്തിട്ടുണ്ട്. മക്കൾ 5-6 മക്കൾ, 6 മക്കളെ നോക്കി 6 മക്കളെയും ബ്ലൂ ഫിലിം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കാണ്, ഞാൻ അന്ന് ഇത് കഴിഞ്ഞിട്ട് ഇന്നലെയോ മിനിയാന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇത് ശാലോമിൽ ചർച്ച വെച്ചിരിക്കുക, അല്ലേ? ശാലോമിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് മണിയറയിൽ നടക്കുന്നത്. കർത്താവ് പറയാണ് വിളിച്ചു പറയും. നമ്മുടെ മണിയറകൾ, നമ്മുടെ ബലിവേദികൾ പരിശുദ്ധമാണെങ്കിൽ വിളിച്ചു പറയുമോ? കുടുംബ ബന്ധങ്ങൾ പരിശുദ്ധമാണ്, ഇത് നിർത്തേണ്ടതാണ്. കാരണം ഇന്ന് കുടുംബങ്ങൾ, കുട്ടികൾ നശിക്കുന്നത്. ജോബിൻ്റെ പുസ്തകം 31:1-2 തിരുവചനപ്രകാരം നമ്മുടെ കണ്ണിന് ഒരു വിശുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് സഭ ഇതെടുത്ത് പ്രസംഗിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു സമയമില്ലാത്ത അവിടെ പറയുന്നത് ഞാൻ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തുകൊണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ ഉടമ്പടി ചെയ്യുന്ന കർത്താവിനോടാ. അപ്പം ഞാൻ എങ്ങനെ കന്യകയെ നോക്കും? ഈ സാധനം കണ്ടുകൊണ്ടിരുന്നാൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ പെങ്ങന്മാർ പോലും അല്ലെങ്കിൽ ആങ്ങളമാർ പോലും പാവല്ല. അതുകൊണ്ട് ഇപ്രകാരം അവൻ്റെ പേരിൽ കുറ്റം ആരോപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനെ സഹായിക്കാൻ വേണ്ടി ചെല്ലുക, അല്ലേ? 3
കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനോട് പറഞ്ഞു, സാത്താനെ കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തെരഞ്ഞെടുത്ത കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ നീ. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. തന്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷുവയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിച്ച് അവൻ തുടർന്നു പരിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ദൈവദൂതൻ യോശുവയോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എന്റെ മാർഗത്തിൽ ചരിക്കുകയും എന്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എന്റെ ആലയത്തെ നീ ഭരിക്കും. എന്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. എന്റെ ആലയം എന്ന് പറയുന്നത് ദേവാലയം മാത്രമല്ല, എന്റെ ശരീരം കൂടിയാണ്. അല്ലേ ഈ ശരീരം വിശദീകരിക്കാൻ വേണ്ടിയാ ഈശോ ഈ ഉത്തരവാദിത്വം പിതാവിൽ നിന്ന് ഏറ്റെടുത്തിട്ട് ഈ 3 ആണികളിൽ പെടഞ്ഞ് മരിച്ചത്. അതുകൊണ്ട് എൻ്റെ ശരീരം, പഴയ കാലത്ത് ദേവാലയം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യം സ്ഥിതി ചെയ്യുന്നത് സക്രാരിയിലാണെങ്കിൽ ആ സക്രാരിയിരിക്കുന്ന ഈശോ കടന്നു വരുവാനുള്ള പരിശുദ്ധമായ സക്രാരിയേക്കാൾ, സക്രാരിക്ക് 75,000, നമുക്കിവിടെ ഇവിടുത്തെ സക്രാരിക്ക് 75,000 ഉള്ളൂ. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം രൂപ കൊടുത്ത് സക്രാരി മേടിക്കുന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ വിലയുള്ള ഒരു ശരീരമാണ്. ആ ശരീരത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ് ഈശോ സക്രാരിയിലിരിക്കുന്നത്. അല്ലെ, ഒരു കെണ്ണി കൊടുത്താൽ ചിലപ്പോൾ 10 ലക്ഷം കിട്ടും അല്ലേ. ഒരു കണ്ണ് കൊടുത്താൽ, 2 കണ്ണും കൊടുത്താൽ 10-20 ലക്ഷം കിട്ടും. അതിലും വലുതല്ലേ ആ ശരീരത്തിലുള്ള. ഈ കാലഘട്ടമാണ് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾക്ക് വിലയിട്ടത് അല്ലേ. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ്, കൊല്ലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ശരീരം പവിത്രമാണെന്നും പരിശുദ്ധമാണെന്നും വിശുദ്ധമാണെന്നും തെളിയിച്ചത് യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോഴാണ്. അതുകൊണ്ട് ഈ മാതാപിതാക്കന്മാർ പേടിച്ചില്ല. ഈ മക്കൾ, ഇവൻ 7 വർഷക്കാലം സാത്താൻ പൂജയ്ക്ക് അടിമപ്പെട്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒഴിച്ച് ചെയ്തെങ്കിലും അവർ മാതാപിതാക്കന്മാർ ശക്തമായിട്ട് പ്രാർത്ഥന നടത്തി. ഞാൻ പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾ ഇടം വലം തിരിയാതെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ മിഖായേൽ നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും കാവലേർപ്പെടുന്നു. ഇപ്രകാരമാണ് ഒരു ദിവസം അയാൾ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ഭീകരനും ആയുധധാരിയുമായി ഒരു പടയാളി ഭീതിപ്പെടുത്തുന്ന മുഖവുമായി അയാൾ മുമ്പിലെത്തി. അല്ലേ, ഒരു ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വാളും പിടിച്ചിട്ട് കയറി വരാം, യുദ്ധസന്നാഹങ്ങളായി. അല്ലേ, പിന്നെ പിള്ളേർ ലൈബ്രറി പോവോ അല്ലേലിയാ. ഭീതിപ്പെടുത്തുന്ന രീതിയിലവൻ വാൾ ഉയർത്തി വീശിക്കൊണ്ട് കർശന സ്വഭാവത്തിൽ പറഞ്ഞു, നീ നിന്റെ ദുഷിച്ച പ്രവർത്തനം ജീവിതം അവസാനിപ്പിക്കുക. അല്ലേലിയാ, അവസാനിപ്പിക്കുക, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക. യുവാവ് ഒന്നും പരിമരിച്ചെങ്കിലും പഴയ ജീവിതത്തിൽ തന്നെ തുടർന്നു. അപ്പോൾ പ്രാർത്ഥന നിർത്തണ്ടേ? കാരണവന്മാർ നിർത്തണം അല്ലേ. മിഖായേൽ വന്നു, കാര്യമൊന്നും നടന്നില്ല, ഇനി രക്ഷയില്ല. ഞാൻ എത്ര ധ്യാനം കൂടി, എത്ര പള്ളി പോയി കർത്താവേ, എത്ര നേർച്ച നേർന്നു, എത്ര വിശുദ്ധന്മാരുടെ രൂപം കൊടുത്തു, എത്ര സ്തോത്ര കാഴ്ച കൊടുത്തു, എത്ര ദശാംശം കൊടുത്തു, ഒരു രക്ഷയില്ല. അല്ലേലിയാ. മാതാപിതാക്കൾ പ്രാർത്ഥന നിർത്തിയില്ല. ഇവന് കൂശലും ഇല്ലാതെ പഴയ ജീവിതത്തിൽ തന്നെ തുടർന്നു. അല്ലേലിയാ. യുവാവ് ഒന്ന് പരിചയിച്ചാലും പഴയ ജീവിതം. സൈനികൻ വീണ്ടും വന്നു, ഇനിയും നീ സാത്താനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്നില്ലെങ്കിൽ നീ വധിക്കപ്പെടും. അല്ലേലിയാ. വധിക്കപ്പെടുന്ന മുന്നറിയിപ്പ് നൽകിപ്പോയി. ഭയന്നു പോയ യുവാവ് ഉടൻ തന്നെ അനുതാപത്തോടു കൂടി നിലത്ത് വീണ് ദൈവത്തോട് മാപ്പ് ചോദിച്ച് മാന്ത്രിക ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയാക്കി. മനസ്സിലായ? നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ മുറിയിൽ എന്ത് ചെയ്യും? മിഖായേൽ അങ്ങോട്ട് വരും, തള്ളി അങ്ങോട്ട്. അല്ലേലിയാം. UK നിന്നൊരു അൽമായം പ്രസംഗിക്കാൻ വരുന്നുണ്ട്, ഡാമിൻസ്റ്റൈൻ. മന്ത്രവാദ എന്ന ആഭിചാര പ്രവൃത്തിക്ക് അടിമപ്പെട്ടവനായിരുന്നു. അവൻ്റെ അമ്മ അവൻ ഇറങ്ങിപ്പോകുമ്പോൾ എന്ത് ചെയ്യും? മുറി കയറുന്ന പ്രാർത്ഥിക്കും, ഖന്നാമെല്ലാം തളിക്കുമായിരുന്നു. അല്ലേലിയ. അവൻ ഗതി കെട്ടിട്ട് അവൻ മുറിയിൽ വന്നാൽ ഇരിക്കാൻ പറ്റാതെ, എന്ന് പറഞ്ഞാൽ ഇവൻ ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന മുറിയിൽ അമ്മ കയറി ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കും, അമ്മ കയറി ഹന്നാമളം നൽകും, അമ്മ കുരിശു വെച്ച് പ്രാർത്ഥിക്കും. ഇവൻ വരുമ്പോഴേക്കും അമ്മ എന്ത് ചെയ്യും? ഇറങ്ങി പുറത്തിരിക്കും. ഇവൻ അവിടെ കയറി കിടക്കാൻ പറ്റില്ല, അവനെ കയറി ഇരിക്കാൻ പറ്റില്ല. കാരണം അവസാനം എന്ത് ചെയ്തു? അവൻ അമ്മയുടെ മുറിയിൽ വന്ന് കിടന്നു.
അവൻ അമ്മയുടെ മുറിയിൽ വന്ന് കിടന്നു. അങ്ങനെ അവന് മനസ്സിലായി അവിടെ എന്തോ ഒരു പ്രവൃത്തി ഉണ്ട്. ഹല്ലേലൂയ. യുവാവ് പിന്നീട് ഡൊമിനിക്കൻ സഭയിൽ സഭാവസ്ത്രം സ്വീകരിച്ചു. പ്രാർത്ഥനയുടെ പരിഹാരത്തിൻ്റെ ജീവിതം നയിച്ചു. സാത്താന് തീരെഴുതിയ 7 വർഷത്തെക്കുറിച്ചുള്ള ഭയാനകമായ ഓർമ്മകൾ 7 വർഷം അവനെ വേട്ടിയാടി. കഠിനമായ ആന്തരിക പീഡകൾ അവൻ വലഞ്ഞു. എന്നാൽ പരിശുദ്ധ ദൈവമാതാവ് സഹായത്തിനെത്തി. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന പരിശുദ്ധ മാതാവെത്തി. പരിശുദ്ധ മറിയത്തിൻ്റെ അധികാര ശക്തിക്ക് മുമ്പിൽ സാത്താൻ അടിയറ പറ്റി. ഹല്ലേലൂയ. മാതാവിനെ ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. മാതാവിനെ ഉപേക്ഷിക്കണമെന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസമുള്ള കുടുംബങ്ങളിൽ പോലും തെറ്റായിട്ടുള്ള പ്രചോദനം വരുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ കന്യകയുടെ ആൾത്താരയിൽ യുവാവ് തൻ്റെ ജീവിതം എഴുതി കൊടുത്തു. മാതാവ് അവളുടെ ജീവിതം അവൻ്റെ ജീവിതം ഏറ്റെടുത്തു. അങ്ങനെ അവൻ പോർച്ചുഗലിലെ വിശുദ്ധ ജെയിൽസായിട്ട് മാറി. ഉണ്ടോ? അപ്പോൾ അവൻ വിശുദ്ധനാകണമെന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം ആഗ്രഹിച്ചത് അവനൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ ലോകത്തിലെ ദുഷ്ടാത്മാവ് ചെയ്തൊരു കാര്യം എന്താ? അവൻ മന്ത്രവാദം ചെയ്യണമെന്നാണ്. നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്തുണ്ടാകുന്ന വെച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പ്രവൃത്തിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രവൃത്തിയിലേക്ക് വരും. അതിനെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കേട്ടിട്ടുണ്ട്, ഈ നാരായണത്തിനോ കല്ലിങ്ങനെ ഉരുട്ടി താഴെ കുറച്ച് ആൾ കയറിയിട്ട് ഒരു രക്ഷയില്ല, ഇറങ്ങാം. രക്ഷപ്പെടുവോ? ഒരു മരത്തമ കയറുകൊണ്ട് കെട്ടി ചുറ്റുന്നത് പോലെ പ്രാർത്ഥന ചൊല്ലി കുടുംബാംഗങ്ങളെ ചുറ്റിക്കഴിഞ്ഞാൽ അഴിയും. ഏത് അഴിയാത്തവനഴിയും. പറഞ്ഞു മനസ്സിലായ? അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കയറുകൊണ്ട് കെട്ടാൻ പറ്റില്ല. ഒരു മരത്തമ കയറുകൊണ്ട് കെട്ടാൻ പറ്റും. മരത്തമ കയറുകൊണ്ട് കെട്ടിയാൽ പിന്നെ ആ മരത്തിന് വീഴാതെ അല്ലാതെ വഴിയില്ല, അല്ലേ? മരത്തിൽ കയറ് കെട്ടുന്നപ്പോൾ അത് വീഴ്ത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ മേൽ ജപമാല ചൊല്ലി മികാൽമാരുടെ പ്രാർത്ഥന നൽകി വിശ്വാസപ്രമാണം ചൊല്ലി അങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ അവൻ വീഴും. അതുകൊണ്ട് നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 33 വിശ്വാസപ്രമാണം നമ്മുടെ കുടുംബാംഗങ്ങൾ ചെയ്തതിൻ്റെ പരിഹാരമാണ്. 33ൻ്റെ മുകളിൽ ചൊല്ലണം. 33 മാലാഖയുടെ പ്രാർത്ഥന ഇല്ലാൽ മികായേൽ വന്ന് നമുക്ക് ചുറ്റും നിൽക്കും, നമ്മുടെ കുടുംബത്തിൻ്റെ ചുറ്റും നിൽക്കും. ഹല്ലേലൂയ. 4 ജപമാല. ആദ്യത്തെ ജപമാല നമുക്ക് കൃപയിൽ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ പോയാൽ നമ്മളായിരിക്കും ആദ്യം വീഴുന്നത്, അല്ലേ? ആദ്യം നമ്മൾ, എന്നിട്ട് രണ്ടാമത് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, മൂന്നാമത്തേത് ആർക്കാന്ന്? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ എത്തിയിരിക്കും. ഔസേപ്പിതാവിടെ കടന്നു വരും. ഹല്ലേലൂയ. വീണ്ടും ആര് വരും? ഔസേപ്പിതാവും മാതാവും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവും? ഈശോ ഉണ്ടാവും. അതാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥന. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പുരോഹിതന്മാർക്ക് സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെല്ലുന്ന കുടുംബത്തെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. എൻ്റെ രക്തക്കടലിൽ അവരെ മുക്കിയെടുക്കും, അവരുടെ കരുണ കാണിക്കും. 4ാമത്തെ ജപമാല എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന അനേകർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു മധ്യസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് ഭൂമിക്ക് മധ്യ അവൻ കിടക്കുന്നത്, അല്ലേ? അവൻ മധ്യസ്ഥനായിരുന്നു. ഹല്ലേലൂയ. ആ മധ്യസ്ഥനെ അയച്ചതാരാ? ദൈവമായ കർത്താവാണ്. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ തുടങ്ങിയാൽ രക്ഷപ്പെടും. നമ്മുടെ പ്രാർത്ഥന എല്ലാം സ്വന്തം കാര്യം അതുകൊണ്ട് രക്ഷപ്പെടാത്തത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മറ്റ് മതസ്ഥർ. പരിശുദ്ധ അമ്മ പറഞ്ഞ ലോകത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കും. അതുകൊണ്ട് അമ്മ പറഞ്ഞ രാത്രി യാമങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ യോഗത്തെ ഞാൻ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു പറയും ഞാൻ രാത്രിയുടെ പ്രാർത്ഥനയാണ് വീണ്ടെടുത്തത്. തോമസിലെ പറയും ഞാൻ രാത്രിയുള്ള പ്രാർത്ഥനകളാണ് ഈ ലോകത്തെ വീണ്ടെടുത്തത്. വീണ്ടും ഫ്രാൻസിസ് സേവർ പറയാണ് രാത്രിയുടെ പ്രാർത്ഥനകളാണ് നമ്മൾ വീണ്ടെടുത്തത്. പിന്നെ വന്ന ജോൺ ബിട്ടോ പറയാണ് എൻ്റെ രാത്രിയുടെ പ്രാർത്ഥനയിലാണ് വീണ്ടെടുത്തത്. ഞാൻ പറയാണ്, നമ്മളൊക്കെയും പറയാണ്, എൻ്റെ പകൽ പ്രാർത്ഥനയാണാണ് ഞാൻ. കാര്യം മനസ്സിലായ? രാത്രി കിടന്നുറങ്ങും, പകലിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. രാത്രി നമ്മൾ കിടന്നുറങ്ങും, പകൽ ജോലിയും ചെയ്യും, ഒരു ചെറിയൊരു പ്രാർത്ഥന നടത്തും, നന്നായിട്ട് ഭക്ഷണം കഴിയും. ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെയ്താൽ രക്ഷപ്പെടും. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ കൊടുക്കുന്ന വില പോലും പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നില്ല. ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന വില പോലും നമ്മൾ പ്രാർത്ഥനയ്ക്ക്. എന്നിട്ട് നമ്മളെല്ലാവരും പറയും ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്, ഞാൻ കോർ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്, ഞാൻ പള്ളിയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ടീമിൻ്റെ ശക്തനായ പ്രവാചകനാണ്. വീട്ടിലെ പിള്ളേരെന്താ?
മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാണ്. പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയാണ് അവിടെ പ്രാർത്ഥന വഴി വിശുദ്ധ ദൈവമാതാവ് സമർപ്പിക്കപ്പെട്ടാൽ അമ്മയുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ എത്ര വലിയ പാപിയെയും അമ്മ വലിയ വിശുദ്ധനാക്കി ഉയർത്തും. നമ്മുടെ കുട്ടികളെ ഈ ലോകത്തിലേക്ക് ദൈവം നൽകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകുന്നത്. ഈ തവണത്തെ സൺഡേ ശാലോമിൽ കൊച്ചിൻ്റെ സംഭവം വായിക്കുന്നു. ബോംബെയിൽ വളർന്നു വന്ന കൊച്ച്, മീഡിയാസ് ഉപയോഗിച്ചിരുന്ന പെൺകുട്ടി. അവൾ പറയുന്നുണ്ട് അവളുടെ മാതാപിതാക്കൾ വിശുദ്ധരായിരുന്നു, പക്ഷെ അവളെ ഒരു മടത്തി ചേർക്കാൻ അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ആ പരിശുദ്ധ അമ്മ അവളെ പിടിച്ചു നിർത്തി, അവളുമായിട്ട് സംസാരിച്ചു. നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ അവൾ കരയാൻ തുടങ്ങി. അവൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പിന്നെ മാതാവ് ഇടപെടുന്നു, യൗസേ പിതാവ് ഇടപെടുന്നു. അവൾ ജീവിതം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്നു. മാതാപിതാക്കന്മാർ പറയുന്നു ഞങ്ങൾ നിന്നെ വിട്ടുകൊടുക്കില്ല, പക്ഷെ അവസാനം വിട്ടുകൊടുക്കുന്നു. അവൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും ഈശോ കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. നമ്മുടെ മക്കളെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ ഇടവകളെക്കുറിച്ച് ദൈവത്തിന് വലിയ വലിയ പദ്ധതി. നിങ്ങളൊന്ന് വായിച്ചു നോക്കത്. സൺഡേ ശാലം എനിക്ക് 120 രൂപ 220 രൂപ മേടിച്ചു കൊടുക്ക്. 1 കിലോ ഇറച്ചിയുടെ പൈസയില്ല. അല്ലേ സൺഡേ ശാലം. അതിൽ ഈ തവണത്തെ ഏറ്റവും വലിയ അതിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്നത് കൗമാരക്കാരനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ മക്കളൊന്ന് വായിക്കട്ടെ. കൗമാരക്കാരൻ ആരാ? കാർല കിറ്റസ് വിശുദ്ധ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് എടുത്ത് 3 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ആഭിചാര പ്രവൃത്തി ഭക്ഷണപദാർത്ഥങ്ങളോട് ആർത്തി നിങ്ങൾ കാണിക്കരുത്. മക്കൾക്ക് മേടിച്ചു കൊടുത്ത്. ഞാൻ ഓർക്കാണ് നല്ല സെമിനാരിൽ പോയി വിശുദ്ധനായി വൈദ്യനാകണമെന്ന് തോന്നിയ ഒരു പയ്യനുണ്ട്. ആ പയ്യൻ 2 തവണ ഇവിടെ കാണാൻ വന്ന് അവനെ നമ്മൾ പറഞ്ഞു, അവൻ പറഞ്ഞു എനിക്ക് സെമിനാരിൽ നിൽക്കാൻ പറ്റുന്ന അവൻ വൈദികനാകണമെന്നുണ്ട്, വീട്ടിൽ നിൽക്കണമെന്നുണ്ട്. ചോദിച്ചാൽ പറയാം എല്ലാ ദിവസവും അപ്പൻ ഓരോ വെറൈറ്റി ഫുഡ് മേടിച്ചുകൊണ്ട് വരും. കാരണം അത് 2 പിള്ളേരേ ഉള്ളൂ, ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതുങ്ങളെ തീറ്റി വീർപ്പ് മുട്ടിക്കും. ഇതുങ്ങൾ എങ്ങടെങ്കിലും പോവോ? ഇതുങ്ങൾ പോകുന്ന തന്നെ കഴിച്ച് വലുതായിക്കുമ്പം യൂറോപ്പിന് പോകും. ജൈലസ് എന്ന് പറയുന്ന പയ്യൻ 7 വർഷക്കാലം ആഭിചാര പ്രവൃത്തികൾക്ക് അടിമപ്പെട്ടു. അവൻ്റെ ശരീരത്തിലെ ബ്ലഡ് ഒഴുക്കി ആ മന്ത്രവാദത്തിൽ അവൻ പിശാചുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. പക്ഷേ അവൻ്റെ മാതാപിതാക്കൾ തളർന്നില്ല. ഒരു വിശുദ്ധരായിരുന്നു, വിശുദ്ധ ജീവിതം നയിച്ചവരായിരുന്നു. ആ വിശുദ്ധ ജീവിതം നയിച്ച അവർക്ക് വേണ്ടി ദൈവം ചെയ്തൊരു കാര്യം, ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇറക്കി യുദ്ധം ചെയ്യാൻ അയച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശുദ്ധി കാണുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇറങ്ങി നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എഴുന്നേറ്റ് നിൽക്കുക. സമാധാനത്തിൽ പിശാചിനെ തന്നെ കീഴാക്കി റോമ 16:20 ദൈവത്തിന്റെ ശക്തി രക്ഷ രാജ്യം വെളിപാട് 12:10 വെച്ച് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ 2 കൊരിന്തോസ് 4:4 വെച്ച് ബന്ധിക്കുന്ന ഉത്സാഹിക്കുന്നു. എഫെസ്യർ 6:10-17 വെച്ച് ബന്ധിക്കുന്ന ഉത്സാഹിക്കുന്ന എസെക്കിയേൽ 13:14-21 വെച്ച് ബന്ധിക്കുന്നുണ്ട്. യെശയ്യാ 49:24-27 വെച്ച് ബന്ധിക്കുന്ന ഉത്സാഹിക്കുന്ന ശക്തനെ നിരയ ചേച്ചാതിയുടെ അടിമകളെ രക്ഷിക്കാൻ കഴിയും. കർത്താവ് വിളിക്കുന്നു. ശക്തന്റെ അടിമകളെ വിളിച്ച് ചേച്ചാതി നിന്നോട് പാടും നിന്റെ മക്കളെ രക്ഷിക്കുക. യെശയ്യാ 49:24-27 വെച്ച് സമാധാനത്തിനോട് തന്നെ പിശാച് റോമ 16:20 വെച്ച് തിരുത്തുമേ കൊണ്ടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫെസ്യർ 6:10-11 പ്രഭുത്വങ്ങൾക്ക് ആധിപത്യങ്ങൾക്ക് അന്ധകാര ലോകത്തിന്റെ അധിപന്മാരിലും സ്വർഗ്ഗീയങ്ങളുടെ തിന്മയുടെ ദുരാലും. എഫെസ്യർ 6:10-17 വെച്ച് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളമരുന്ന് ഞാൻ വന്ന് ജീവനോടെ യോഹന്നാൻ 10:10 സംഖ്യ 23:23 വെച്ച് ബന്ധിക്കുന്ന ഉത്സാഹിക്കുന്ന
അല്ലെങ്കിൽ പാമ്പുകളുടെ ഇത്തകളുടെ സായാഹ്നമായപ്പോൾ അന്യായം പിശാചുബാധയെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ രോഗികളെ സുഖത്തെയും പിശാചുകളെ 8:16-17 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം തന്റെ ഭക്തന്റെ സമ്മനെ യേശുക്രിസ്തു ഫിലിപ്പി 4:19 വെച്ച് ബന്ധിക്കുന്നു. ഏശയ്യ 45:2-5 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. പാമ്പുകളുടെ ഇത്തകളുടെ ശത്രു ലൂക്ക 10:19 വെച്ച് ബന്ധിക്കുന്നു. നിങ്ങൾ ലോകം പോയി സകല ശിക്ഷയോടെ സുവിശേഷം പ്രസംഗിക്കും. ശിക്ഷിക്കാത്തവരെ ശിക്ഷിക്കപ്പെടും. ശിക്ഷിക്കുന്നവരുടെ ഇടയണം. അവരുടെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും. ആ പുതിയ ഭാഷകൾ സംസാരിക്കും. സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാർഗമന്ദിരം ഉപദ്രവിക്കില്ല. അവർ രോഗിയുടെ മേൽ കൈവയ്ക്ക് മർക്കോസ് 16-14-19 വെച്ച് പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ സഭാപിതാക്കന്മാരുടെ അപ്പസ്തലന്മാരുടെ കൂട്ടായ്മയിൽ ത്രിത്വത്തിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ പൈശാചിക പീഡകളെ ആധിപത്യത്തിലെ ത്രിത്വത്തിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു.